ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ കായ്പോളയാണ്. നോമ്പ് കാലത്തൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത്. ഇതിനായി ഞാനിവിടെ 4 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നേന്ത്രപ്പഴമെല്ലാം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുന്തിരിങ്ങ ഇഷ്ടമുള്ളവർക്ക് മുന്തിരിങ്ങയോട് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ഇവിടെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഏലക്കയുടെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ഈ മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പഴം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് പകുതി അണ്ടിപ്പരിപ്പ് വറുത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ. ഇതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്ത പാൻ ആയതുകൊണ്ടാണ് നെയ്യ് ഒഴിക്കാഞ്ഞത്. ഇനി അതിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. എനിക്ക് മുഴുവനായും ഇത് കുക്കായി കിട്ടാൻ 25 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടമായവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക് യു. ബൈ.